കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ ബന്ധത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയുയരാൻ കാരണമായിരിക്കുകയാണ് സുദീപ് ബസ് എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇടത് സർക്കാരിന്റെ ഭരണകാലത്ത് വിവാദങ്ങൾ കുറവായതുകൊണ്ട് വാർത്താ ദാരിദ്ര്യം അനുഭവിക്കുന്ന മാധ്യമങ്ങൾ രാഷ്ട്രീയ സംഭവങ്ങളെ അമിതമായി ചർച്ചയാക്കി അവതരിപ്പിക്കുന്നുവെന്ന ആരോപണമാണ് കുറിപ്പിന്റെ കേന്ദ്രീയ ആശയം. ഭരണവും വാർത്തയും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജനക്ഷേമമാണോ മുൻഗണനയാക്കേണ്ടത് അതോ വിവാദങ്ങളാണോ എന്ന ചിന്തയുണർത്തുന്ന രീതിയിലാണ് ഈ കുറിപ്പ് വൈറലാകുന്നത്. കേരളത്തിൽ ഇടത് സർക്കാർ മികച്ച പ്രവർത്തനങ്ങളും നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെ തകർക്കാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉൾപ്പെടെ ശ്രമിക്കുകയാണ്. മാധ്യമങ്ങളുടെ റേറ്റിംഗിനായുള്ള വാർത്തകൾക്കായി ആടിനെ പട്ടിയാക്കുമ്പോൾ കഷ്ടപ്പെടുന്നത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളാണ്. മാധ്യമങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള വാർത്തകളാണോ അതോ ജനക്ഷേമ താല്പര്യം കൈമുതലാക്കിയ ഒരു സർക്കാരാണോ വേണ്ടതെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ ശ്രദ്ധേയമാകുന്നത്. മാധ്യമങ്ങളുടെ താല്പര്യത്തിനായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇല്ലാതാകണോ എന്നാണ് പോസ്റ്റിൽ ചോദിക്കുന്ന കാര്യം. അധികാരമോഹികളായ കോൺഗ്രസിന്റെ അധികാരത്തിന് വേണ്ടിയുള്ള കൂട്ടത്തല്ലിനെയും പോസ്റ്റിൽ വിമർശിക്കുന്നുണ്ട്. ആ പോസ്റ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഇടതുഭരണം വല്ലാതെ ബോറടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ടെലഗ്രാഫ് പത്രത്തിന്റെ ആർ രാജഗോപാൽ രണ്ടാം ഇടത് സർക്കാർ വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ മാധ്യമങ്ങളുടെ ആഗ്രഹം UDF സർക്കാർ വരണമെന്നാണ്. അപ്പോൾ മാത്രമേ വാർത്തകൾ ഉണ്ടാകൂ. ഇടത് സർക്കാർ ഭരിക്കുമ്പോഴെല്ലാം വാർത്താ ദാരിദ്ര്യമാണ്. മന്ത്രിസഭയിൽ അഴിമതിയും നേതാക്കൾക്കിടയിൽ തമ്മിലടിയും ഇല്ലാതാവുമ്പോൾ എന്ത് വാർത്ത? ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിച്ച് തൃപ്തി അടയുക മാത്രമാണ് ഏക പോംവഴി. വാർത്താ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് മാധ്യമങ്ങൾ മാത്രമല്ല, കാഴ്ചക്കാരും വായനക്കാരും കൂടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വാർത്താ ചാനലുകളുള്ള പ്രാദേശിക ഭാഷ മലയാളമാണ് എന്നോർക്കണം. കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ഭംഗിയായും മുന്നണി പാർട്ടി തർക്കങ്ങളില്ലാതെയും നടന്നാൽ മാധ്യമങ്ങളും പ്രേക്ഷകരും വായനക്കാരും എന്ത് ചെയ്യും? എല്ലാം കൃത്യമായി നടക്കുന്നു. വിവാദങ്ങളില്ലാതെ ഒരു വർഷം കൂടി കടന്നു പോകുന്നു എന്നൊക്കെ പറയുകയും എഴുതുകയും ചെയ്താൽ ആരെങ്കിലും ചാനലും പത്രവും ഒക്കെ തിരിഞ്ഞു നോക്കുമോ? വാർത്താ ദാരിദ്ര്യത്തിന്റെ 10 വർഷങ്ങൾ. റേറ്റിംഗും പ്രചാരവുമെല്ലാം കുത്തനെ ഇടിയുന്നു. മാധ്യമ നുണകളെല്ലാം നേരം വെളുക്കും മുമ്പേ സൈബർ ഇടങ്ങൾ പൊളിച്ചെടുക്കുന്നു. എങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. അതോടെ എല്ലാവരും മുഖ്യമന്ത്രിമാരായി. സതീശൻ, KC, രമേശ്, തരൂർ, മുരളി, ഷാഫി തുടങ്ങി എത്ര മുഖ്യമന്ത്രിമാർ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ KM ഷാജി വരെയുള്ള ഉപമുഖ്യമന്ത്രിമാർ വേറെ. ആഭ്യന്തരവും വനവും കൈകാര്യം ചെയ്യുന്ന PV അൻവർ തൊട്ട് വനിതാ വികസന വകുപ്പ് മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ 100 മന്ത്രിമാർ വേറെ. എന്തൊരു രസം! കുറ്റ്യാടിയിൽ ആദ്യം മൈക്ക് കിട്ടാത്തതിന്റെ പേരിൽ കുത്തിയും പറിച്ച് അടി പൊട്ടിച്ചു പൊട്ടിച്ചില്ല എന്ന മട്ടിൽ അക്രമാസക്തനാകുന്ന 1.5 ലക്ഷം ഫെയിം യുവ നേതാവാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്താ താരം. കരുണാകരന്റെ കാലത്തെ പ്രതിച്ഛായ വിവാദം മുതൽ ഉമ്മൻചാണ്ടി സർക്കാരിലെ 5ാം മന്ത്രി വിവാദം വരെയുള്ള 100 കണക്കിന് വിവാദങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്ത യുവതലമുറയെ ഭാഗ്യം അനുഗ്രഹിക്കുമോ? പാർട്ടി പ്രസിഡന്റ് സ്വന്തം പ്രതിപക്ഷ നേതാവിനെ 3 അക്ഷരത്താൽ വിശേഷിപ്പിച്ചതും ആർക്കു മൈക്ക് വേണമെന്ന് പറഞ്ഞ് അവർ തമ്മിൽ അടി വീണതും അടുത്ത കാലത്താണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതാണെങ്കിൽ ഭരണത്തിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? സ്വന്തം പാർട്ടിയിലെ സഹനേതാക്കളെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ പോലും കഴിയാത്തവരാണോ നിങ്ങൾ ജനങ്ങളെ സ്നേഹിക്കാൻ പോകുന്നത്? അവർക്ക് വേണ്ടത് അധികാരം മാത്രമാണ്. അവനവന് മാത്രമായ കസേരകൾ. മാധ്യമങ്ങൾക്ക് വേണ്ടത് വാർത്തകൾ മാത്രം. വിവാദങ്ങളും വാർത്തകളും നമ്മുടെ വയറ് നിറയ്ക്കില്ല. കനഗോലുമാരുടെയും മാധ്യമ മുതലാളിമാരുടെയും കീശയും വയറുമാണ് നിറയുക. നമുക്ക് വേണ്ടത് വിവാദങ്ങളും വാർത്തകളുമാണോ അതോ ജനക്ഷേമ താല്പര്യം കൈമുതലായ ഒരു സർക്കാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രം. വിവാദങ്ങളെയും വാർത്തകളെയും അതിരുകടന്ന് പ്രചരിപ്പിക്കുന്ന കാലത്ത് ഭരണത്തിന്റെ ഗുണഫലങ്ങളാണ് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. രാഷ്ട്രീയ മത്സരങ്ങളും മാധ്യമ ചർച്ചകളും തമ്മിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും ക്ഷേമവും മറയരുതെന്ന സന്ദേശമാണ് ഇതിലൂടെ ഉയരുന്നത്. എന്താണ് നമുക്ക് ആവശ്യമായത് എന്ന് തീരുമാനിക്കേണ്ടത് ഒടുവിൽ ജനങ്ങളാണെന്ന ചോദ്യവുമായി ഈ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്.